വെൽക്കം ടു എക്സാംസ് ഡെയിലി. ഹായ് ആം ലിയ. നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത് SSC എക്സാംസിന്റെ പ്രിപ്പറേഷൻസ് ആയിരുന്നു അല്ലേ? ഇനി നമുക്ക് IBPS എക്സാംസിന്റെ IBPSന്റെ ക്ലാസ്സസ് അല്ലെങ്കിൽ IBPSന് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആൻസർ സെഷൻസ്. SSCയിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. IBPSന്റെ ക്ലാസ്സസ് ആണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ സോ നമുക്ക് SSC എക്സാംസിന്റെ പ്രിപ്പറേഷൻസിന് വന്നിരുന്ന ഒരു മേജർ ടോപ്പിക്കുകൾ ഈ പറയുന്ന IBPS എക്സാംസിനും ബാങ്ക് ടെസ്റ്റിനും എല്ലാം നമുക്കും വരുന്ന സെയിം ടോപ്പിക്സ് തന്നെയാണ്. ഈ എല്ലാ എക്സാംസിനും ടോപ്പിക്സ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട ക്വസ്റ്റൻ ആൻസേഴ്സ് എല്ലാം അറിയാമായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ക്വസ്റ്റൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. വി നോ വാട്ട് ഇസ് റീഡിംഗ് കോംപ്രഹെൻഷൻ അല്ലെ? നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ടാകും. ഒരു ലെങ്തി ലോങ് പാസേജ് ആയിരിക്കും നമുക്ക് തരുന്നത്. SSC എക്സാംസിനൊക്കെ കാണുന്ന പോലെ ഷോർട്ട് പാസേജസോ ചെറിയ പാരഗ്രാഫുകളോ ഒന്നുമല്ല. ലെങ്തി ഒരു ആർട്ടിക്കിൾ വൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ എസ്സേ ലൈക്ക് അങ്ങനെയൊക്കെയുള്ള ലോങ് പാസേജസ് തരികയും അതിനെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റൻ ആൻസേഴ്സ് നമ്മൾ ആൻസർ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ SSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കണ്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ പാറ്റേൺ ആണ് ഇതും. എന്നാൽ കുറച്ചുകൂടി ലെങ്തി പാസേജ് ഇവിടെ വരുന്നു എന്നൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഐ നോ നിങ്ങൾ ഒരു പബ്ലിക് എക്സാംസ് ഫേസ് ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ SSLC എക്സാംസിൽ തൊട്ട് നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ ആണ് ഈ പറയുന്ന റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. ഒരു പാരഗ്രാഫ് തരികയും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആൻസേഴ്സ് നമ്മളോട് ചോദിക്കുകയും പാരഗ്രാഫ് ശരിക്കും വായിച്ച് മനസ്സിലാക്കിയാൽ ഉത്തരങ്ങൾ പെട്ടെന്ന് എഴുതിയെടുക്കാൻ നമുക്ക് പറ്റും. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ ക്ലാസ്സുകളിൽ മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു സീരിയസ് ലെവലിലേക്ക് സീരിയസ് മൈൻഡോട് കൂടിയിട്ട് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് അറിയാം ഇതെന്താണ്, എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. എന്നാലും ഒന്നുകൂടി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ ഒരു സെൽഫ് ഇവാലുവേഷൻ സെക്ഷൻസ് ആണ് ഈ ഒരു ക്വസ്റ്റൻ ആൻസർ സെഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റൻ ആൻസർ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ക്വസ്റ്റൻ ബാങ്ക്സ് ഡിസ്കസ് ചെയ്യുന്നത് വഴിയിട്ട് നമുക്കുണ്ടാകുന്നത്. സോ ഈ സെൽഫ് ഇവാലുവേഷൻ സെക്ഷൻ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളൊരു IBPS എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് എക്സാംസ് ഡെയിലി ഒരുക്കമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എക്സാംസ് ഡെയിലിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഒരു കാര്യം കൂടി ഓർക്കുക, എൻ്റെ ക്ലാസ് ഇംഗ്ലീഷ് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഇംഗ്ലീഷ് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ എടുക്കുന്ന ക്വസ്റ്റൻ ആൻസേഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാംസ് ഡെയിലിയുടെ പേജിൽ വന്നാൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഗ്രാമർ പോർഷൻ അല്ലെങ്കിൽ ഗ്രാമർ റിലേറ്റഡ് ആയിട്ട് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. ആ വീഡിയോസ് റെഫറൻസിന് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നത് IBPS എക്സാംസിന്റെ പ്രിപ്പറേഷൻ ടോപ്പിക്സ് ആണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഓരോ ടോപ്പിക്സ് എടുത്ത് അതിന്റെ ക്വസ്റ്റൻ ആൻസർ സെഷൻസ് ആണ് ഡിസ്കസ് ചെയ്തു പോകാൻ പോകുന്നത്. ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ്. സോ ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പാസേജ് വായിക്കുക, പാസേജ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് ക്വസ്റ്റൻ ആൻസേഴ്സ് തന്നിട്ടുണ്ടാകും. ആ ക്വസ്റ്റൻ ആൻസേഴ്സ് നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന റീഡിംഗ് കോംപ്രഹെൻഷനിൽ വരുന്ന ഒരു ടാസ്ക്. ക്ലിയർ അല്ലേ? നമുക്കിനി ക്വസ്റ്റ്യൻ വായിക്കാം, പാസേജ് വായിക്കാം. പാസേജ് വായിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ആൻസർ ചെയ്യുകയും നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരികയും ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിന്റെ ബാക്കി ക്വസ്റ്റൻ ആൻസേഴ്സ് എന്താണോ ആ ക്വസ്റ്റൻ ആൻസേഴ്സ് നമുക്ക് ആൻസർ ചെയ്യാം. ക്ലിയർ അല്ലേ? എൻ്റെ കൂടെ എല്ലാവരും പാസേജ് മനസ്സിലാക്കാൻ റെഡി ആയിട്ട് ഇരിക്കുക എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. കാരണം ലെങ്തി പാസേജ് ആണ്. ഒരു സിംഗിൾ ഷോട്ടിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്ലൈഡിൽ എനിക്കിത് കാണിക്കാൻ പറ്റുന്നില്ല. ഒരു വലിയ പാസേജ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ പാസേജ് എന്താണെന്ന് മാക്സിമം നിങ്ങൾ എഴുതിയെടുക്കാൻ അല്ലെങ്കിൽ അതൊന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് നമുക്ക് തന്നിരിക്കുന്ന പാസേജ് അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഹിയർ നമ്മുടെ ഡയറക്ഷൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്.
Read the following passage carefully and answer the questions given below it. പാസേജ് നല്ലവണ്ണം ശ്രദ്ധിച്ച് വായിച്ച് അതിന്റെ ഉത്തരം എഴുതുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക്. Certain words are printed in bold to help you locate them while answering some of the questions. ചില വേർഡ്സ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? ആ വേർഡ്സ് വരുമ്പോൾ നമ്മളൊന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ സെഷനിലേക്ക് അല്ലെങ്കിൽ ക്വസ്റ്റൻ ആൻസർ സെഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പാസേജ് മനസ്സിലാക്കാനും അത് ക്വസ്റ്റൻ ആൻസർ സെഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് വേർഡ്സ്, സർട്ടൻ വേർഡ്സ് ലൈക്ക് ലിബറൽ, ട്രിഗേർഡ് അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു പക്ഷേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് ഈ ഒരു ഹൈലൈറ്റഡ് പോർഷനിൽ നിന്ന് ക്വസ്റ്റൻ ഉണ്ടാവണമെന്നില്ല. എന്നാലും ദിസ് വിൽ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പാസേജ് അല്ലെ, പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ. നമ്മൾ ചില സാധനങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ കളർ മാറ്റിയൊക്കെ വെക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് റിമെമ്പർ ചെയ്യാനും നമുക്ക് മനസ്സിലാക്കാനും ഗ്രാസ്പ് ചെയ്യാനും നമുക്ക് എളുപ്പം സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ചില വേർഡ്സ് ഹൈലൈറ്റ് ചെയ്യുകയും കളർ ചേഞ്ചസ് വരുത്തുകയും ഒക്കെ നമ്മൾ ചെയ്യാറുള്ളത്. സോ ഐ ഹോപ്പ് യു നോ അബൌട്ട് ദിസ്. നമുക്ക് ഇനി ക്വസ്റ്റൻ ആൻസർ അല്ലെങ്കിൽ ഈ പാസേജിലേക്ക് നോക്കാം. ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, ഈ ഒരു സിംഗിൾ പാസേജ് അല്ലെങ്കിൽ സിംഗിൾ സ്ലൈഡിൽ ഒതുക്കാവുന്ന ചെറിയ പാസേജ് അല്ല നമുക്ക് വരുന്നത്. ലെങ്തി പാസേജസ് ആയിരിക്കും IBPS എക്സാംസിന് നമുക്ക് കാണുന്നത്. സോ ഓൾറെഡി 4 സ്ലൈഡ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. സോ ഐ ഹോപ്പ് നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ എനിക്ക് കിട്ടും എന്നുള്ളത്. ഈ ഒരു സ്ലൈഡിലേക്ക് അല്ലെങ്കിൽ ലെറ്റേഴ്സിലേക്ക് നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ എനിക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം പാസേജ് എന്താണ് പറയുന്നത് എന്ന്. The other day a student asked me what exactly the word liberal means. Liberal എന്ന വേർഡ് എന്താണെന്ന് ഒരു സ്റ്റുഡന്റ് ചോദിക്കുകയുണ്ടായി. She wanted to know whether liberalization promotes liberal values. Liberalization liberal valuesനെ പ്രൊമോട്ട് ചെയ്യുമോ എന്ന് അവൾക്ക് അറിയണമായിരുന്നു. She had noticed that institutions of higher education which are supposed to promote liberal values were finding it difficult to resist ideological and commercial pressures triggered by the process of economic liberalization. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലിബറലൈസേഷൻ അല്ലെങ്കിൽ ലിബറൽ മൂവ്മെന്റ്സിനെയും എല്ലാം റിലേറ്റഡ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരത് ലിബറൽ വാല്യൂസിൽ മുൻതൂക്കം കൊടുക്കണമെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? കൊമേഴ്ഷ്യൽ പ്രഷർ അല്ലെങ്കിൽ എക്കണോമിക്കൽ അവർക്ക് വരുന്ന പ്രഷറും ഐഡിയോളജിയിലുള്ള ഡിഫറൻസും ഒക്കെ ബുദ്ധിമുട്ടുകൾ കാരണം ഈ ഒരു ലിബറൽ വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റാത്ത ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലൂടെ പോകുന്നുണ്ട് എന്ന് അവള് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Was economic liberalism different from political liberalism? എക്കണോമിക് ലിബറലിസം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലിബറലിസത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അവൾക്ക് അറിയണമായിരുന്നു. And what do people mean when they refer to neoliberal policies? Neoliberal policies എന്ന് പറഞ്ഞാൽ എന്താണ്? Neoliberal policies എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറിയണമായിരുന്നു. The questions she was asking could hardly be addressed without invoking the political economy that has emerged over last 3 decades. അവളുടെ ഈ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കണമെങ്കിൽ എന്ത് നമുക്ക് അറിഞ്ഞിരിക്കണമായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു വേണ്ടത്? വിത്തൗട്ട് ഇൻവോക്കിംഗ് ഈ ലാസ്റ്റ് 3 decades, അവസാന 3 പതിറ്റാണ്ടുകളായിട്ട്, ലാസ്റ്റ് 3 decades ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള എന്ത് പൊളിറ്റിക്കൽ എക്കോണമി, പൊളിറ്റിക്കലി എമേർജ്ഡ് ആയിട്ടിരിക്കുന്ന എക്കോണമി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്കോണമിനെ പറ്റിയിട്ട് സംസാരിക്കാതെ, അതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യാതെ ഇവളുടെ ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ലായിരുന്നു. ബിക്കോസ് ഈ പൊളിറ്റിക്കൽ ലിബറലിസം അല്ലെങ്കിൽ ലിബറലൈസേഷൻ എന്നൊക്കെ പറയുന്നതുമായിട്ട് നമ്മുടെ ഈ പൊളിറ്റിക്കൽ എക്കോണമി അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ പ്രഷർ, ഈ ട്രിഗേർഡ് സൊസൈറ്റി ഇഷ്യൂസ് എല്ലാം ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ഇതൊന്നും പറയാതെ അല്ലെങ്കിൽ
പൊളിറ്റിക്കൽ ഇക്കോണമിനെ പറ്റിയിട്ട് എപ്പോഴത്തെ ലാസ്റ്റ് 3 decades ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇക്കോണമിയെ പറ്റി സംസാരിക്കാതെ ഇവരുടെ ഈ സംശയങ്ങൾക്ക് ഉത്തരം നൽകുക പ്രയാസമായിരുന്നു. ക്ലിയർ? ഐ ഹോപ്പ് this much is clear for you. Next one, ബാക്കി നോക്കാം. When liberalization of economy started to receive common consent in mid 1980s, few people thought of examining what it would mean for education. When liberalization of economy started to receive common consent in mid 1980s, 1980s തുടക്കകാല മിഡിൽ, അതായത് 1980s കാലഘട്ടങ്ങളുടെ മിഡിലിൽ വെച്ചിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്തു? ലിബറലൈസേഷൻ ഓഫ് എക്കോണമിയുടെ ലിബറലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പീപ്പിൾസിന്, കുറച്ച് ആളുകൾക്ക് എന്ത് വേണമായിരുന്നു? പീപ്പിൾസ് തോട്ട് ഓഫ് എക്സാമിനിങ് വാട്ട് വുഡ് മീൻ ഫോർ എഡ്യൂക്കേഷൻ. അത് എഡ്യൂക്കേഷനിൽ എന്തൊക്കെ മാറ്റം വരുന്നതും, അല്ലെങ്കിൽ എഡ്യൂക്കേഷന് ഈ ഒരു ലിബറലൈസേഷൻ എന്തുകൊണ്ട്, വാട്ട് ഇറ്റ് മീൻ ഫോർ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന ലിബറലൈസേഷൻ ഓഫ് എക്കോണമി കൊണ്ടുവരുന്നത് എന്നായിരുന്നു കുറച്ച് ആളുകളുടെ ചോദ്യം. അന്ന് അത് എക്സാമിൻ ചെയ്യണമെന്ന് കുറച്ച് ആളുകൾ വിചാരിച്ചിരുന്നു. Then in 1991 came the dramatic announcement of new economic policy. പിന്നീട് അതിനുശേഷം ഈ കൺസേണും കാര്യങ്ങൾ വരുന്നത് എപ്പോഴായിരുന്നു? മിഡ് 1980s. Again after that in 1991 came the dramatic announcement of new economic policy. ഒരു പുതിയ എക്കോണമിക് പോളിസിയുടെ ഡ്രമാറ്റിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡ്രമാറ്റിക് അനൗൺസ്മെന്റ്, ഒരു ഡ്രമാറ്റിക് വേയിൽ ഒരു അനൗൺസ്മെന്റ്, അതായത് എല്ലാവരെയും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എല്ലാവരെയും എത്തിച്ചുകൊണ്ടുള്ള dramatic announcement of new economic policy accompanied by a package of steps to be taken for structural adjustment of Indian economy. അത് എന്തിനോടൊപ്പമായിരുന്നു ഈ പറയുന്ന പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി, പുതിയ എക്കണോമിക് പോളിസി എന്തിനോടൊപ്പമായിരുന്നു വന്നത്? ഇറ്റ് അക്കംപനീഡ് വിത്ത് എ പാക്കേജ് ഓഫ് steps to be taken for structural adjustments. Structural adjustmentsന് ഇന്ത്യൻ എക്കോണമിയിൽ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ്സിന് വരേണ്ട സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പാക്കേജ്, ഒരു ഹോൾ പാക്കേജ് ആയിട്ടാണ് ഈ പറയുന്ന ന്യൂ എക്കോണമിക് പോളിസി ഇന്ത്യൻ എക്കോണമിയിലേക്ക് വരുന്നത്. ആൻഡ് ദ പർപ്പസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? വാസ് ടു ഫെസിലിറ്റേറ്റ് ഇന്ത്യാസ് ഇന്റഗ്രേഷൻ ഇൻടു ഗ്ലോബൽ എക്കോണമി. ഇന്ത്യൻ എക്കോണമിനെ ഗ്ലോബൽ എക്കോണമി ആയിട്ട് ഇന്ത്യൻ എക്കോണമിയുമായിട്ട് യോജിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയുടെ ഗ്ലോബൽ എക്കോണമിയുമായിട്ട് ഇന്ത്യക്ക് ഒരു ഇന്റഗ്രേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഒരു യോജിപ്പ്, ഒരു കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ഇന്ത്യൻ എക്കോണമിയിൽ നമ്മൾ കൊണ്ടുവരുന്നത്. ഗ്ലോബൽ എക്കോണമിയുമായിട്ട് ഇന്ത്യൻ എക്കോണമിക്ക് ഇന്റഗ്രേഷൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ആൻഡ് ഈവൻ ദെൻ എഡ്യൂക്കേഷൻ ഡിഡ്ന്റ് റിസീവ് സ്പെസിഫിക് അറ്റൻഷൻ. എങ്കിൽ പോലും ഈ 1991 പുതിയ എക്കോണമിക് പോളിസീസ് ഉണ്ടായി എങ്കിലും ഇത് എഡ്യൂക്കേഷൻ ലെവലിലേക്ക്, എഡ്യൂക്കേഷനിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നില്ല. ഓക്കെ, ഡിഡ്ന്റ് റിസീവ് സ്പെസിഫിക് അറ്റൻഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മേഖലയിലേക്ക് ഒരു അറ്റൻഷനും, സ്പെസിഫിക് ആയിട്ട് യാതൊരു അറ്റൻഷനും വരികയുണ്ടായില്ല. And again, some critics of new economic policy expressed anxiety about the consequences of state withdrawal from its prime role and responsibility in sectors like education and health. ഇതിനെ കുറച്ച് ക്രിട്ടിസൈസ് ചെയ്തു. എങ്ങനെയായിരുന്നു? സം ക്രിട്ടിക്സ് ഓഫ് ന്യൂ എക്കോണമിക് പോളിസി, പുതിയ എക്കോണമിക് പോളിസിയുടെ കുറച്ച് ക്രിട്ടിക്സ് എന്താണ് ഇതിനെ പറ്റി പറഞ്ഞത്? express anxiety about the consequences of state-wise withdrawal from the prime role. Okay, സ്റ്റേറ്റ് വൈസ് ഇതിൽ ഒരു വിഡ്രോവൽ ഉണ്ടാകും. സ്റ്റേറ്റ് വൈസ് ഇതിനെ ഒരു തള്ളി പറയാൻ സാധ്യതയുണ്ട്, ഇതിനൊരു വിഡ്രോവൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നവർ പറഞ്ഞു. ഫ്രം ദ പ്രൈം റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ സെക്ടേഴ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും പോലെയുള്ള സെക്ടേഴ്സിൽ നിന്ന് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഈ ഒരു പോളിസിക്കെതിരെ തിരിയാൻ, അല്ലെങ്കിൽ ഇതിനോട് ഒരു വിഡ്രോവൽ ആയിട്ട് ഇതിനെ കാണാൻ സാധ്യതയുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? സം ക്രിട്ടിക്സ് അബൌട്ട് ന്യൂ എക്കോണമിക് പോളിസി.
Okay. The national policy on education drafted in 1986 has mostly adhered to the established state-centric view. ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഓക്കെ 1986 വന്ന നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഓക്കെ സി ഫസ്റ്റ് ഇത് വന്നത് എപ്പോഴായിരുന്നു 1980s പിന്നീട് ന്യൂ എക്കോണമിക് പോളിസി വരുന്നത് എപ്പോഴാണ് 1991 ആൻഡ് അഗൈൻ ഇവിടെ പറയുന്നു നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വിച്ച് വാസ് ഡ്രാഫ്റ്റഡ് ഇൻ 1986 okay had mostly adhered to established state centric view. State centric view കൂടുതലും എന്തിലേക്കായിരുന്നു 1986 വന്ന അല്ലെങ്കിൽ 1986 ഡ്രാഫ്റ്റ് ചെയ്ത നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിൽ ആയിരുന്നു. A major review on the early 1990s vaguely reasoned the new discourse of liberalization but offered a little evidence of ചേഞ്ച് ഇൻ ബേസിക് പെർസ്പെക്റ്റീവ്. 1990s തന്നെ ഒരു വേഗ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കോഴ്സും സംസാരങ്ങളും റിവ്യൂസും എല്ലാം വരുമായിരുന്നു. എന്നാലും ബട്ട് ഓഫേർഡ് ലിറ്റിൽ എവിഡൻസ് ഫോർ ചേഞ്ച് ഇൻ അവിടെ ബേസിക് പെർസ്പെക്റ്റീവ്സ് മുൻപ് ഉണ്ടായിരുന്ന ഈ 1986 ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോളിസീസിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും മേജർ ചേഞ്ചസ് ഒന്നും വരും എന്ന് അവർ വിചാരിച്ചിരുന്നല്ല. ലിറ്റിൽ വാസ് ദെയർ പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ ലിറ്റിൽ വാസ് ദെയർ ദേ ഓഫേർഡ് എ ലിറ്റിൽ എവിഡൻസ്. അതായത് ഒന്നും ചെറിയൊരു കണിക പോലും അവരെന്തുണ്ടായിരുന്നില്ല, കുറച്ചു പോലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ആ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക് സ്ട്രാറ്റജീസിൽ ചേഞ്ചസ് ഉണ്ടാകും എന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. The program of action announced in 1992 എപ്പോ The program of action announced in 1992 stopped short of admitting that the state's role in education was about to change. ഈ ഒരു കാര്യത്തിന് എഡ്യൂക്കേഷനിലുള്ള റോള് എപ്പോഴാണ് ചേഞ്ച് വന്നത്? 1992 Nobody could imagine that Nobody could imagine at that point that over the following decades, the state's role in education would change so much and that the constitution would begin to sound like rhetoric. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും നമ്മുടെ കമ്മിങ് ഡെക്കേഡ്സിൽ എഡ്യൂക്കേഷനിലുള്ള റോള്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സെക്ടറിലേക്കുള്ള റോളും കാര്യങ്ങളും എല്ലാം ഇത്ര റാപ്പിഡ് ആയിട്ട് ചേഞ്ച് ആകും അല്ലെങ്കിൽ ഇത്ര രീതിയിൽ ചേഞ്ച് സംഭവിക്കും എന്നുള്ളത് ആരും ആ സമയത്ത് ഒന്ന് ഡ്രീമിൽ പോലും ആരും ആ സമയത്ത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ആ ഒരു ടൈമിൽ ആർക്കും ഇമാജിനേഷൻ പോലും ഉണ്ടായിരുന്നില്ല. ഇൻ ദ ഫോളോയിങ് ഡെക്കേഡ്സ് സ്റ്റേറ്റ്സ് റോൾ ഇൻ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് സ്റ്റേറ്റിന്റെ റോള് would change so much that the constitution would begin to sound like rhetoric. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും റെട്ടോറിക് ആയിട്ട് സൗണ്ട് ചെയ്യും എന്നുള്ളത് ആരും ഇമാജിൻ പോലും ചെയ്തിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ബാലൻസ് നമുക്ക് നോക്കാം. In order to examine what happened, we must make a distinction between school and higher education. ഇതിനു വേണ്ടിയിട്ട് എന്താണ് സംഭവിച്ചത്? ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവന്നു. അതായത് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് നമുക്കൊരു ഡിവിഷൻസ് വന്നു തുടങ്ങി. എങ്ങനെ? ഹയർ എഡ്യൂക്കേഷനിൽ തന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നും ഹയർ എഡ്യൂക്കേഷൻ, അതായത് നമുക്ക് മുൻപ് എങ്ങനെയായിരുന്നു, എല്ലാം ഡിഗ്രി ലെവൽ വരെ നമ്മൾ ഒരു പ്രോപ്പർ ഇതിലായിരുന്നില്ല പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ in order to examine what happened, we must make a distinction between സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. സ്കൂൾ എന്നും 10th വരെയുള്ളതിന് സ്കൂൾ അല്ലെങ്കിൽ +2 വരെയുള്ളതിന് സ്കൂൾ എന്നും അതിനുശേഷമുള്ളതിന് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുള്ള ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരാൻ തുടങ്ങി. When Prime Minister P.V. Narasimha Rao spoke about liberalization as the central theme of new economic policy, he also referred to the structural adjustment program. ഓക്കെ, ഒരു ന്യൂ പോളിസിനെ പറ്റിയിട്ട് ആരാണ്
പ്രൈം മിനിസ്റ്റർ PV നരസിംഹ റാവു സംസാരിച്ചപ്പോൾ അബൌട്ട് ലിബറലൈസേഷനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ സെൻട്രൽ തീം എന്തായിരുന്നു? ദ സെൻട്രൽ തീം ഓഫ് ദ ന്യൂ എക്കോണമിക് പോളിസി ഹി ഓൾസോ റെഫർ ടു ദ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, നരസിംഹ റാവു തന്റെ സ്പീച്ചിൽ എന്താണ് പറയുന്നത്? ന്യൂ എക്കോണമിക് പോളിസിയുടെ സെൻട്രൽ തീം എന്താണ്? ലിബറലൈസേഷൻ ആവണമെന്നായിരുന്നു. ആൻഡ് ഹി ഓൾസോ റെഫർ ടു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ ഇന്ത്യൻ എക്കോണമീനെ ഗ്ലോബൽ എക്കോണമിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ എന്താ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. സോ ഈ ഇന്റഗ്രേഷനെ പറ്റിയിട്ട് കൂടി ആര് പറഞ്ഞു എന്നാ പറയുന്നത്? PV നരസിംഹ റാവു മെൻഷൻ ചെയ്തു എന്നാണ് പറയുന്നത് ഇൻ ഹിസ് സ്പീച്ച്. Under this program, the World Bank offered the safety net for primary education. ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ, അതായത് ഈ ഒരു ന്യൂ എക്കോണമിക് പോളിസിയുടെ അണ്ടറിൽ ആര്? വേൾഡ് ബാങ്ക് ഈ ഒരു പോളിസിയുടെ അണ്ടറിൽ, ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ വേൾഡ് ബാങ്ക് എന്ത് ഓഫർ ചെയ്തു? സേഫ്റ്റി നെറ്റ് ഫോർ പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷൻ ലെവലിലേക്ക്, അതായത് നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ ലെവൽ KG അല്ലെങ്കിൽ പ്രീ KG, ആ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ ലെവൽ, നമ്മുടെ LP UP ആ ഒരു സെക്ടറിലേക്ക് എന്ത് സേഫ്റ്റി നെറ്റ് എന്ന് പറയുന്ന ഒരു പോളിസി ആര് കൊണ്ടുവരികയാണ്? വേൾഡ് ബാങ്ക്. ക്ലിയർ അല്ലേ? It meant additional resource and policy guidance to enable the system to expand its capacity for enrolling children. It meant additional resource, ഒരു additional resource ആണ്, and guidance to enable the system to expand its capacity of enrolling children. കുട്ടികളെ കൂടുതൽ എൻറോൾ ചെയ്യാനുള്ള ആ ഒരു എൻറോളിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് ഇതിനെ അഡീഷണൽ, ആ ഒരു അഡീഷണൽ റിസോഴ്സ് എന്തായിരുന്നു? കൂടുതൽ അഡ്വാൻറ്റേജ് ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. ദി ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, which is called as DPEP. Okay, district primary education program, DPEP, which later mutated to Sarva Shiksha Abhiyan, SAS. Okay, ആദ്യം ഇത് എന്തായിരുന്നു? ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നുള്ളതായിരുന്നു. DPEP എന്ന പ്രോഗ്രാം ആയിട്ടാണ് ആദ്യം ഇത് വന്നിരുന്നത്. ആൻഡ് ദെൻ അത് മ്യൂട്ടേറ്റ് ചെയ്യുകയും അതിനെ എന്തിലേക്ക് കൊണ്ടുവന്നു? അതിനെ രൂപം മാറ്റി അല്ലെങ്കിൽ അതിനെ ഒരു ചേഞ്ച് വരുത്തിയിട്ട് സർവശിക്ഷ അഭിയാൻ എന്ന രീതിയിലേക്ക് ആക്കി. ഓക്കെ, സർവശിക്ഷ അഭിയാൻ, which is known as SAS, symbolized safety net approach. ഈ രണ്ട് പ്രോഗ്രാംസും എന്തിനൊക്കെയായിരുന്നു സിംബലൈസ് ചെയ്തിരുന്നത്? നമ്മുടെ സേഫ്റ്റി നെറ്റ് അപ്രോച്ച്, വേൾഡ് ബാങ്ക് കൊണ്ടുവന്ന ഒരു സേഫ്റ്റി നെറ്റ് എന്ന് പറയുന്ന പ്രൈമറി എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് വേൾഡ് ബാങ്ക് കൊണ്ടുവന്ന സേഫ്റ്റി നെറ്റ് എന്ന പ്രോഗ്രാമിലേക്കായിരുന്നു ഇത് രണ്ടും സിംബലൈസ് ചെയ്തിരുന്നത്. It was designed to cushion the harsh effects that structural adjustment under liberalization was expected to cause in welfare sectors like children's education and health. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു അപ്രോച്ച് കൊണ്ടുവന്നത്? ടു ഈസ് ആ ഒരു ഗ്ലോബലൈസേഷൻ. നമ്മൾ പറഞ്ഞു ഒരു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഈ പറയുന്ന പോളിസീസിൽ നടത്തണം എന്നുള്ളത്. ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ എക്കോണമി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർട്ടൻ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തുമ്പോൾ അത് ഈ പറയുന്ന നമ്മുടെ ഹെൽത്ത് സെക്ടറിലേക്കോ എഡ്യൂക്കേഷണൽ സെക്ടറിലേക്കോ ഒന്നും ഇതിന്റെ പർട്ടിക്കുലർ ശ്രദ്ധ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. സോ ഈ ചൈൽഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചൈൽഡ് ഹെൽത്ത് സെക്ടറിലേക്കെല്ലാം കുറച്ചുകൂടി ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സെക്ടറിലേക്ക് കൂടി എന്ത് വേണ്ടിയിട്ട്? വെൽഫെയറിന് വേണ്ടിയിട്ട്, ആ ഒരു സെക്ടറിന്റെ വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ട് എന്ത് എനേബിൾ ചെയ്തു? ഇറ്റ് വാസ് ഡിസൈൻ ടു കുഷ്യൻ ദി ഹാർഷ്, വിച്ച് മീൻസ് അതിനെയൊക്കെ ഒന്ന് സോഫ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ഹാർഷ് റിയാലിറ്റീസ് അല്ലെങ്കിൽ ഹാർഷ് ആയിട്ട് വരുന്ന സൈഡ് എഫക്ട്സ്, നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ്സ്, അതായത് ഗ്ലോബലൈസേഷന് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനിലും ഹെൽത്ത് സെക്ടറിലേക്കും ഒന്നും പ്രത്യേകിച്ച് പരിഗണന ഒന്നും കിട്ടാതെ പോയി. അത് മാറ്റാൻ വേണ്ടിയിട്ട്, അതിന് കുറച്ച് ആശ്വാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സേഫ്റ്റി നെറ്റ് പോലെയുള്ള പ്രോഗ്രാംസ്, വേൾഡ് ബാങ്ക് കൊണ്ടുവന്ന സേഫ്റ്റി നെറ്റ് പോലെയുള്ള പ്രോഗ്രാംസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. കുറച്ച് സോഫ്റ്റ് എഫക്റ്റ് ആണ് കിട്ടിയത് എന്നാണ് പറയുന്നത്. The DPEP and SAS efficiently served this role
creating an ethos in which children education seem to have become a major priority of the state. ഈ പറയുന്ന DPEP ആൻഡ് SAS, അതായത് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പറയുന്ന സർവശിക്ഷ അഭിയാൻ എന്നൊക്കെ പറയുന്ന പ്രോഗ്രാംസ് വഴിയിട്ട് ഈ കാര്യം എന്താ, നമ്മുടെ സ്റ്റേറ്റിന്റെ റൂൾസ്, മേജർ പ്രയോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക്, അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളത്. ഇതൊക്കെ എപ്പോഴാണ് വന്നത്? ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന വേൾഡ് ബാങ്ക് കൊണ്ടുവന്ന സേഫ്റ്റി നെറ്റ് പോലെയുള്ള DPEP ആൻഡ് SAS പ്രോഗ്രാംസ് ഒക്കെ വഴിയിട്ട്, സർവശിക്ഷ അഭിയാൻ പോലെയുള്ള പ്രോഗ്രാംസ് വഴിയിട്ട് കുട്ടികളുടെ ചൈൽഡ് എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് സ്റ്റേറ്റിന്റെ റോൾസ് എല്ലാം കൂടുതൽ എൻഹാൻസ് ചെയ്യുകയും അതിന് അഡ്വാൻറ്റേജ് കൊടുക്കുന്ന രീതിയിലുള്ളതായിരുന്നു. The success of this program emboldened the government to push the right education law. Okay, right to education law through parliament. കുട്ടികൾക്ക് 14 വയസ്സ് വരെ വിദ്യാഭ്യാസം ലഭിക്കാനായിട്ട്, എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ അതിന് പ്രത്യേകം ലോസ് ഉണ്ട്. ഈ ലോയിലേക്ക് ത്രൂ പാർലമെന്റ് ഈ ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്യാനും റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവരാനും എന്ത് ഹെൽപ്പ് ചെയ്തു എന്നാ പറയുന്നത്? ഇതേപോലെയുള്ള പ്രോഗ്രാംസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ DPEP, SAS പോലുള്ള പ്രോഗ്രാംസ് ഇതിനെ ഒരുപാട് എനേബിൾ ചെയ്തു, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു. ഇത് നല്ല രീതിക്ക് നടന്നു കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ നേഷൻ വൈഡ് ഈ പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ ടിൽ 14 ഇയേഴ്സ്, 14 വയസ്സ് വരെ ഒരു കുട്ടിക്ക്, ഇന്ത്യയിൽ ജനിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വമുള്ള ഓരോ കുട്ടിക്കും, ഏത് കുട്ടിക്കും 14 വയസ്സ് വരെ പ്രൈമറി എഡ്യൂക്കേഷൻ ലഭിക്കാനുള്ള അവകാശമുണ്ട്. അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസ് വരും. ചൈൽഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ലോ കൊണ്ടുവരാൻ തന്നെ ത്രൂ പാർലമെന്റ് നമ്മുടെ നാഷണൽ വൈഡ് ആയിട്ട് ഇങ്ങനെ ഒരു ലോ കൊണ്ടുവരാൻ തന്നെ കാരണമായത് ഇതിന്റെയൊക്കെ ഒരു സൈഡ് എഫക്ട്സ് ആയിരുന്നു. ഓക്കെ, governments of many states registered anxiety over their capacity to fund the implementation of RTE after the central assistance provided under SAS runs dry. ഒരുപാട് സ്റ്റേറ്റ്സിന് ഇതിനെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ റൈറ്റ് ആണത്. ഫ്രീ എഡ്യൂക്കേഷൻ 14 വയസ്സ് വരെ കൊടുത്തിരിക്കണം. സോ ഈ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ചെലവുകളുണ്ട്. സോ ഒരുപാട് സ്റ്റേറ്റ്സ് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ആൻസൈറ്റി അറിയിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? whether they have enough fund for this. ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് റേസ് ചെയ്യാനും വേണ്ടും ഫണ്ട് ഒരാൾക്കുണ്ടോ എന്നുള്ള രീതിയിൽ ഒരുപാട് സ്റ്റേറ്റ്സ് എന്ത് പ്രകടിപ്പിച്ചിരുന്നു? ആൻസൈറ്റി ഓവർ ദിസ് പ്രോഗ്രാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ കുട്ടികൾക്കും എത്തിക്കാനായിട്ട് അവർക്ക് വേണ്ടത്ര ഫണ്ട് ഉണ്ടോ എന്നുള്ള ഒരു ആൻസൈറ്റി പ്രോബ്ലംസ് എല്ലാ സ്റ്റേറ്റിലും എറൈസ് ചെയ്തിരുന്നു. ബാലൻസ് നോക്കാം. ഇൻ ഹയർ എഡ്യൂക്കേഷൻ In higher education, the new economic policy designed on the principles of liberalization offered no safety net. എന്നാൽ ഈ സേഫ്റ്റി നെറ്റ് എന്നുള്ള പ്രോഗ്രാം എവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ? പ്രൈമറി എഡ്യൂക്കേഷൻ ലെവലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് വരുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എങ്ങനെ തിരിച്ചിരുന്നു ഈ ഒരു പോളിസീസിന്റെ ഒക്കെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ വേണ്ടിയിട്ട് സ്കൂൾ എഡ്യൂക്കേഷൻ എന്നും ഹയർ എഡ്യൂക്കേഷൻ എന്നും ഡിവൈഡ് ചെയ്തിരുന്നു. ഈ കമ്പൽസറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ? പ്രൈമറി സെക്ടറിൽ വരെ. ചിൽഡ്രൻസ് പ്രൈമറി എഡ്യൂക്കേഷന് മാത്രമേ അത് കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നുള്ളൂ. ഹയർ എഡ്യൂക്കേഷൻസിലേക്ക് വരുമ്പോൾ ഈ ഒരു സേഫ്റ്റി നെറ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. From the beginning, the assumptions was that higher education ought to generate its own resource. Higher education എന്ന് പറയുമ്പോൾ അതിന് ഓൺ റിസോഴ്സ് ലയബിൾ ആയിട്ട് വേണം. അതായത് സ്വന്തമായിട്ട് അതിന്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും റിസോഴ്സസ് സ്വന്തമായിട്ട് കണ്ടെത്തേണ്ട ഒരു രീതിയായിരുന്നു. നമ്മുടെ വേൾഡ് ബാങ്ക് ഒക്കെ സേഫ്റ്റി നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ചൈൽഡ് വെൽഫെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിൽഡ്രൻസ് പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ സേഫ്റ്റി നെറ്റ് പോലെയുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നത്. ഹയർ എഡ്യൂക്കേഷന്റെ റിസോഴ്സസ് ഓൺ റിസ്കിൽ റേസ് ചെയ്യേണ്ടതായിരുന്നു ആവശ്യം.
An accompanying idea was that higher education should respond to market demands in terms of knowledge and skills. Higher education എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിക്സ് എല്ലാം നമ്മൾ ബേസിക് പ്രൈമറി എഡ്യൂക്കേഷനിൽ കൊടുക്കും. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൽസിൽ അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരുടെ ടാലന്റിലും അവരവരുടെ നോളജിന്റെയും സ്കിൽസിന്റെയും ബേസിസിൽ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. Over the last 3 decades, these two guiding ideas have dented the established system of higher education in all parts of country. ഈ ഒരു ടേമിൽ എന്ത് ഐഡിയ പോയിരുന്നു, ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് റെസ്പോണ്ട് ടു മാർക്കറ്റ് ഡിമാൻഡ്സ്. ഡിമാൻഡ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് സ്കിൽസിലും നോളജിലും ബേസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു റേസ് ചെയ്തിരുന്നത്. ആൻഡ് ഓവർ ദി ലാസ്റ്റ് 3 decades, അവസാന 3 പതിറ്റാണ്ടുകളായിട്ട് these two guiding ideas have entered the established system of higher education in all parts of country. ഈ ഒരു സിസ്റ്റം, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ട് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. Both central and state universities have been starved for financial resources. എന്നാൽ എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഫണ്ട് റേസിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. സ്റ്റാർവിംഗ് ഫോർ ഫിനാൻഷ്യൽ റിസോഴ്സസ്, അവർ ഫിനാൻഷ്യൽ റിസോഴ്സസിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ സ്റ്റാർവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കട്ടിംഗ് ഡൗൺ ഓൺ പെർമനന്റ് സ്റ്റാഫ്, both teaching and non-teaching, has emerged as the best strategy to cope with the financial crunch. ഈ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ, ഫിനാൻഷ്യലി വരുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് അവർ കണ്ടെത്തിയ ഒരു മാർഗം എന്തായിരുന്നു? കട്ടിംഗ് ഡൗൺ ഓഫ് സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുക. അതായത് നല്ല ടീച്ചിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാഫ്സ് വേണം, പക്ഷെ സ്റ്റാഫ്സിന്റെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ലെവലിലേക്ക് വരുന്ന സ്റ്റാഫ്സിന്റെ എണ്ണം ചുരുക്കുക എന്നുള്ളതായിരുന്നു ഈ ഫിനാൻഷ്യൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് അവർ കണ്ടെത്തിയ ഒരു മാർഗം എന്നുള്ളത്. A complex set of outcomes specific to different universities make any general analysis difficult. In some self-financed courses, mostly vocational in nature, have provided means of income. ഈ ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻസിൽ സ്വന്തമായിട്ട്, അതായത് സെൽഫ് ഫിനാൻസ് ചെയ്യുന്ന വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പോലെയുള്ള കോഴ്സസ്, ചില വൊക്കേഷണൽ കോഴ്സസും അല്ലെങ്കിൽ ചില പ്രൊഫഷണൽ കോഴ്സസിനും ഒക്കെ സ്വന്തം സെൽഫ് ഫണ്ട് റേസിങ്, അതായത് പൈസ കൊടുത്ത് പഠിക്കേണ്ട കോഴ്സുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സെൽഫ് ഫിനാൻസ് കോഴ്സുകൾ, സെൽഫ് ഫിനാൻസ് വരുന്ന കോഴ്സുകൾ മാത്രം എന്താക്കി അവര് അത് മാത്രമായിരുന്നു ഒരു മീൻസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൺലി പ്രൊവൈഡ് എനി മീൻസ് ഓഫ് ഇൻകം. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റിന് ഈ പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ, RTE എന്ന് പറയുന്ന പ്രോഗ്രാം തന്നെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സ് ആയിരുന്നു. അപ്പോഴാണ് ഹയർ എഡ്യൂക്കേഷൻ കൂടി അവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. സോ ഹയർ എഡ്യൂക്കേഷനിൽ ലെവലിലേക്ക് വരുമ്പോൾ അവർ എന്ത് ചെയ്തു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രഞ്ച് കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫിങ്, എന്താ നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് സ്റ്റാഫ്സിന്റെ നമ്പറിൽ റിഡക്ഷൻ കൊണ്ടുവരാൻ തുടങ്ങി. ആകെ ഒരു ഇൻകം ഉണ്ടായിരുന്ന എന്തിൽ മാത്രമാണ്? സെൽഫ് ഫിനാൻഷ്യൽ കോഴ്സ്, സെൽഫ് ഫിനാൻസിങ് കോഴ്സസ് അല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സസിന് വേണ്ടിയിട്ട്, അതായത് സ്റ്റുഡൻസ് പേ ചെയ്ത് പഠിക്കുന്ന കോഴ്സസ് മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ഇൻകം എന്ന് പറയാനായിട്ട്. In others, such courses have been restricted by teacher unions. Okay. However, these unions have gradually lost their powers and say because they are broken from within. ഇങ്ങനെ ചില ടീച്ചേഴ്സ് യൂണിയൻസ് ഇത് റെസ്ട്രിക്ട് ചെയ്യുകയും ഈ ഒരു ഇൻകം വരുന്നതിനെ റെസ്ട്രിക്ട് ചെയ്യുകയൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിലും പിന്നീട് അതിനുശേഷം എന്താണ് സംഭവിച്ചത്? കാരണം ഫണ്ട്സ് ഇല്ലാതെ വരും, ഇൻകം ആകെ ഉണ്ടാവുന്ന ഇൻകം കൂടി നിന്ന് കഴിയുമ്പോൾ ഫണ്ട്സ് ഇല്ലാതെ വരും, അവര് ഇൻസൈഡ് ആയിട്ട് ബ്രോക്ക് ആയി എന്ന് പറയുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ ആസ് എ ടോട്ടൽ എന്താണ് പറഞ്ഞു വെക്കുന്നത്? ഈ ഒരു ലിബറലൈസേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പോളിസീസിലേക്ക് ന്യൂ എക്കോണമിക് പോളിസി വന്നത് ഒരു കാരണം. ന്യൂ എക്കോണമിക് പോളിസി വന്നു, അതിനുശേഷം അത് എഡ്യൂക്കേഷൻ സെക്ടറിലേക്കും ഹെൽത്ത് സെക്ടറിലേക്കും യാതൊരു വിധത്തിലുള്ള ഫോക്കസും കൊണ്ടുവന്നില്ല. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മുടെ ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ
എക്കോണമിക്കൽ പോളിസീസ് നമ്മുടെ ഗ്ലോബൽ എക്കോണമിയുമായിട്ട് മേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുത്തണമായിരുന്നു. അതിൽ ഹെൽത്ത് സെക്ടറും എഡ്യൂക്കേഷൻ സെക്ടറും ഒക്കെ ഔട്ടായി പോവുകയായിരുന്നു. ആൻഡ് ബൈ ദി കോഴ്സ് ഓഫ് ടൈം ആരാണ് വേൾഡ് ബാങ്ക് ചില പ്രോഗ്രാംസ് ഏറ്റെടുക്കുകയും സേഫ്റ്റി നെറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാംസ് ഒക്കെ വഴിയിട്ട് ചൈൽഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈമറി എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക്, പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെക്ടർ, ചിൽഡ്രൻസിന്റെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇത് പ്രൈമറി എഡ്യൂക്കേഷൻ ലെവലിൽ മാത്രമാണ് നിന്നത്. അതൊരു ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ വീണ്ടും അവിടെ ഫിനാൻഷ്യൽ ക്രൈസിസും കാര്യങ്ങളും എല്ലാം നേരിടുകയാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ഒരു വലിയ പാരഗ്രാഫ് എന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു പാസേജ് ആയിട്ട് നമുക്ക് തന്നിരുന്നത്. ഓക്കെ, ഒറ്റ തവണ കൂടി നമുക്ക് ഫുൾ ഒന്ന് വായിക്കാം. ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്താണ് മീനിങ് എന്നുള്ളത്, എന്താണ് ഈ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് പാസേജ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു തവണ കൂടി നമുക്കിതൊന്ന് വായിച്ചതിന് ശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ പാസേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദി അതർ ഡേ എ സ്റ്റുഡന്റ് ആസ്ക്ഡ് മീ വാട്ട് എക്സാക്ട്ലി ദ വേർഡ് ലിബറൽ മീൻ. She wanted to know whether liberalization promotes liberal values. She had noticed that institutions of higher education, which are supposed to promote liberal values, were finding it difficult to resist ideological and commercial pressure triggered by the process of economic liberalization. So, was economic liberalization different from political liberalism? And what do people mean when they refer to neoliberal policies? The question she was asking could hardly be addressed without invoking the political economy that has emerged over the last 3 decades. When liberalization of economy started to receive common concern in the mid-1980s, few people thought of examining what it would mean for education. Then in 1991 came the dramatic announcement of a new economic policy accompanied by a package of steps to be taken for structural adjustment of Indian economy. The purpose of adjustment was to facilitate India's integration into global economy. Even then, education didn't receive specific attention. Some critics of new economic policy expressed anxiety about the consequences of state withdrawal from its prime role and responsibility in sectors like education and health. The national policy on educational drafted in 1986 has mostly adhered to the established state-centric view. A major review in early 1990s vaguely reasoned the new discourse of liberalization but offered little evidence of change in a basic perspective. The program of action announced in 1992 stopped short of admitting that the state's role in education was about to change. Nobody could imagine at that point that over the following decades, the state's role in education would change so much that the constitution would begin to sound like a rhetoric. In order to examine what happened, we must make a distinction between school and higher education. When Prime Minister P.V. Narasimha Rao spoke about liberalization as the central theme of the new economic policy, he also referred to the structural adjustment program. Under this program, the World Bank offered a safety net for primary education. It meant additional resource and policy guidance to enable the system to expand its capacity for enrolling children. The District Primary Education Program, DPP, which later mutated into Sava Shiksha Abhiyan, SSA, symbolized the safety net approach. It was designed to cushion the harsh effects that structural adjustment under liberalization was expected to cause in welfare sectors like children's education and health. The DPP and SSA efficiently served this role, creating an ethos in which children's education seems to have become a major priority of the state. The success of these programs emboldened the government to push the right to education (RTE) law through Parliament.
Governments of many states registered that anxiety over their capacity to fund the implementation of RTE after the central assistance provided under SSS runs dry. In higher education, the new economic policy designed on the principle of liberalizations offered no safety net. From the beginning, the assumption was that higher education ought to generate its own resource. An accompanying idea was that higher education should respond to make market demands in terms of knowledge and skills. Over the last 3 decades, these two guiding ideas have attended the establishing system of higher education in all parts of the country. Both central and state universities have been starved of financial resources. Cutting down on permanent staff, both teaching and non teaching, has emerged as the best strategy to cope with financial crunch. A complex set of outcomes specific to different universities make any general analysis difficult. In some self-financed courses, mostly vocational in nature, have provided a means of income. In other, such courses have been resisted by teachers' union. However, these unions have gradually lost their power and say because they are broken from within. Okay, I hope it is clear for you. എന്താണ് പാസേജിൽ തന്നിരിക്കുന്നത്, എന്തൊക്കെ പോളിസീസിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. Which of the following offered a safety net for primary education? Primary education safety net എന്നൊരു പ്രോഗ്രാം ഓഫർ ചെയ്തത് ഏത് ഒരു സംഘടന അല്ലെങ്കിൽ ഏതായിരുന്നു ഈ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ ലെവലിലേക്ക് സേഫ്റ്റി നെറ്റ് ഓഫർ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി വേൾഡ് എക്കണോമിക് ഫോറം, ഓപ്ഷൻ സി വേൾഡ് ബാങ്ക്, ഓപ്ഷൻ ഡി ദ ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം DPEP ആൻഡ് ഓപ്ഷൻ ഇ നൺ ഓഫ് ദീസ്. ഏത് ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സേഫ്റ്റി നെറ്റ് എന്ന പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് വി നോ ഓപ്ഷൻ സി ആണ്, വേൾഡ് ബാങ്ക് ആണ്. വേൾഡ് ബാങ്ക് ആയിരുന്നു നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ ലെവലിലേക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ്സ്, നമ്മുടെ പോളിസീസിന് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സിൽ ചൈൽഡ് എഡ്യൂക്കേഷൻ സെക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് യാതൊരു കൺസിഡറേഷനും വരാതെ ഇരുന്നപ്പോൾ വേൾഡ് ബാങ്ക് ആയിരുന്നു സേഫ്റ്റി നെറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പ്രൈമറി എഡ്യൂക്കേഷൻ ലെവലിലേക്ക് എനേബിൾ ചെയ്യുന്നത്. So the answer is option C, World Bank. Okay. Next one, okay. Second question. Which of the following statement is അല്ലെങ്കിൽ are true according to the passage? പാസേജിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ്, ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമായിരിക്കും ശരി, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് റൈറ്റ് ആയിരിക്കും. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് റൈറ്റ് ആയിട്ടുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പറയുന്നത്. ദ പർപ്പസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് വാസ് ടു ഫെസിലിറ്റേറ്റ് ഇന്ത്യാസ് ഇന്റഗ്രേഷൻ ഇൻ ടു ഗ്ലോബൽ എക്കോണമി എന്ന് പറയുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇറ്റ് വാസ് ഡിസൈൻ ടു കുഷൻ ഹാർഷ് എഫക്ട്സ് that structural adjustment under liberalization was not expected to cause in welfare sectors like children education and health. ചിൽഡ്രൻ എഡ്യൂക്കേഷനും ഹെൽത്ത് സെക്ടറിലും എല്ലാം വരുന്ന ഈ പറയുന്ന ഹാർഷ് റിയാലിറ്റീസ്, നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ നടത്തി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഹാർഷ് റിയാലിറ്റീസിനെ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പോളിസീസ് കൊണ്ടുവന്നത് എന്ന് ഓപ്ഷൻ 3 അല്ലെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പറയുന്നത്. ദ നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ ഡ്രാഫ്റ്റഡ് ഇൻ 1986 ഹാസ് മോസ്റ്റ്ലി അഡ്ഹേർഡ് ടു ദ എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റേറ്റ് സെൻട്രിക് വ്യൂ. സ്റ്റേറ്റിനെ മുഴുവൻ സ്റ്റേറ്റ് സെൻട്രിക് വ്യൂവിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരുന്നു ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. എപ്പോ 1986 പോസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പോളിസി എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. വി നോ ദാറ്റ് ദ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ അല്ലെ. ഈ 1986 വരുന്ന പോളിസീസിൽ എന്തിനെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ് സെൻട്രിക് വ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. സോ ദി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. Only the first 2 statements are right. ആദ്യം കൊടുത്തിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ നമുക്ക് റൈറ്റ് ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. The third statement is wrong. So നമുക്ക് ഏതായിരിക്കും ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ only first statement, option B only 1 and 3, and option C only 3 is right.
ഡി ഓപ്ഷൻ പറയുന്നു ഓൺലി 2 is right. ഓപ്ഷൻ ഇ പറയുന്നു all 3 are right എന്നുള്ളത്. നമുക്കറിയാം ഓൺലി ഡി ഈസ് റൈറ്റ്, ഓൺലി 1 and 3 is right എന്നുള്ളത് ആണ് ശരിയായിട്ടുള്ളത്. സോ വി ഓപ്റ്റ് ഫോർ ദി ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? പാസേജിനെ കുറിച്ചിട്ട് ഒരുപാട് ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ പാസേജ് നമുക്ക് പാസേജിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കുറെ ടൈം പോയതുകൊണ്ട് തന്നെ ഞാൻ ഇനി ക്വസ്റ്റ്യനിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നില്ല. ഓൾറെഡി നമ്മൾ പാസേജ് പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. What was central theme of new economic policy according to given passage? നമ്മുടെ പാസേജ് അനുസരിച്ചിട്ട് സെൻട്രൽ തീം ഓഫ് ന്യൂ എക്കോണമിക് പോളിസി എന്തായിരുന്നു? ന്യൂ എക്കോണമിക് പോളിസി സെൻട്രൽ തീം എന്തായിരുന്നു പാസേജ് അനുസരിച്ചിട്ട്? ഓപ്ഷൻ എ സർവശിക്ഷ അഭിയാൻ, ഓപ്ഷൻ ബി എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്, ഓപ്ഷൻ സി ന്യൂ എക്കോണമിക് പോളിസി ദ സെയിം വൺ, ആൻഡ് ഓപ്ഷൻ ഡി റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ലാസ്റ്റ് ഒരെണ്ണം ഓപ്ഷൻ ഇ ലിബറലൈസേഷൻ. ഏതായിരുന്നു നമ്മുടെ സെൻട്രൽ തീം ഓഫ് ന്യൂ എക്കോണമിക് പോളിസി? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ന്യൂ എക്കോണമിക് പോളിസി കൊണ്ടുവന്നത്? നമുക്ക് നമ്മുടെ എക്കോണമിയെ ഗ്ലോബൽ എക്കോണമി ആയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനും അതുവഴിയിട്ട് ഒരു ലിബറലൈസേഷൻ കൊണ്ടുവരാനും വേണ്ടിയിട്ടായിരുന്നു അല്ലെ? സോ ദി സെൻട്രൽ തീം ഓഫ് ന്യൂ എക്കോണമിക് പോളിസി ഈസ് ലിബറലൈസേഷൻ. ആ സെൻട്രൽ എക്കോണമിക് പോളിസിയിൽ സർവശിക്ഷ അഭിയാൻ ഉണ്ടായിരുന്നില്ല. എഡ്യൂക്കേഷനും ഹെൽത്ത് സെക്ടറിനും യാതൊരു വിധത്തിലുള്ള കൺസിഡറേഷനും കൊടുത്തിരുന്നില്ല. ന്യൂ എക്കോണമിക് പോളിസി എന്ന് പറയുന്നത് ആസ് ദ ഹോൾ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എല്ലാം നമ്മുടെ സേഫ്റ്റി നെറ്റിന് ശേഷം വരുന്ന ഒരു ലോ ആണ്. ത്രൂ പാർലമെന്റ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത ലോ ആയിരുന്നു. അതും ന്യൂ എക്കോണമിക് പോളിസിയിൽ വരുന്നതല്ല. ഓൺലി ലിബറലൈസേഷൻ വാസ് ദ സെൻട്രൽ തീം ഓഫ് ന്യൂ എക്കോണമിക് പോളിസി. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. നെക്സ്റ്റ് വൺ നോക്കാം. അവർ ഫോർത്ത് ക്വസ്റ്റ്യൻ. Which two guiding ideas have gendered the established system of higher education in country? നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ കൺട്രീസിന് ഗൈഡ് ചെയ്യേണ്ട ഐഡിയാസ് ഏതൊക്കെയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഓപ്ഷൻ എ ദ DPP and SAS should serve their roles efficiently. ഓപ്ഷൻ അതായത് DPPയും SSCയും പോലെയുള്ള പ്രോഗ്രാംസിന്. ഓപ്ഷൻ ബി പറയുന്നു ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് റെസ്പോണ്ട് ടു മാർക്കറ്റ് ഡിമാൻഡ്സ് ഇൻ ടേംസ് ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് എന്നുള്ളത്. അവർ തന്നെ അതിന്റെ മാർക്കറ്റ് കൂട്ടുക, അതായത് ഡിമാൻഡിലും നോളജിലും ബേസ് ചെയ്തിട്ട് സ്വയം അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുകയും സെൽഫ് റിസോഴ്സ് ആവുകയും ചെയ്യുക എന്നുള്ള രീതിയിൽ. ഓപ്ഷൻ സി കട്ടിംഗ് ഡൗൺ ഓൺ പെർമനന്റ് സ്റ്റാഫ് ബോത്ത് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ്. ടീച്ചിങ്ങിലും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും കട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണോ അവരെ പ്രൊമോട്ട് ചെയ്യേണ്ടത്? അതായത് ഗൈഡിങ് ഐഡിയാസ് ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു അഡീഷണൽ റിസോഴ്സസ് ആൻഡ് പോളിസി ഗൈഡൻസ് ടു എനേബിൾ ദി സിസ്റ്റം എക്സ്പാൻഡഡ് കപ്പാസിറ്റി. അതിന് വേണ്ടിയിട്ട് അഡീഷണൽ റിസോഴ്സസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തു എന്നുള്ളത്. ആൻഡ് ഓപ്ഷൻ ഇ പറയുന്നു നൺ ഓഫ് ദി എബവ്. ഏതായിരിക്കും ഈ പറയുന്ന നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ കൺട്രി വൈഡ് ഒരു നാഷണൽ വൈഡ് ആയിട്ട് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത ഐഡിയാസ് ഏതായിരുന്നു? That is option B. അല്ലെ? Higher education should respond to make market demands in terms of knowledge and skills. സ്വന്തം നോളജിലും സ്കിൽസിലും എല്ലാം ബേസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുകയും സെൽഫ് ഫിനാൻസിലേക്ക്, അതായത് സ്വയമായിട്ട് അതിന് വേണ്ടിയിട്ട് സെൽഫ് ഫണ്ട് റേസിംഗ് മെത്തേഡിലേക്ക് ഉയരുകയും ചെയ്യുക എന്ന രീതിയിലുള്ള ഐഡിയാസ് ആയിരുന്നു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കൺട്രി വോയിസ് കൊടുത്തിരുന്ന ഒരു advice എന്ന് പറയുന്നത്. So option B is right here. Next one നോക്കാം. Sixth question. Choose the word which is most similar to the meaning of the word printed in the bold. ബോൾഡിൽ നമുക്ക് തന്നിരുന്ന ഒരു വാക്കാണ് triggered എന്ന വാക്ക്. ഈ വാക്കിനോട് സിമിലർ ആയിട്ട് മോസ്റ്റ് സിമിലർ which means എന്താണ്? ഒരു സിനോണിം ആയിട്ട് കൊടുത്തിരിക്കുന്ന വാക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 വേർഡ്സ് കൊടുത്തിട്ടുണ്ട് ട്രിഗേർഡിന് റിലേറ്റഡ് ആയിട്ട്. ഓപ്ഷൻ എ അല്ലെങ്കിൽ ഫസ്റ്റ് വൺ സ്റ്റാർട്ടഡ്, സ്റ്റൂപ്ഡ് ആൻഡ് അറസ്റ്റ്. ഈ ട്രിഗേർഡ് എന്ന് പറയുന്ന വാക്കിനോട് സാമ്യമുള്ള മോസ്റ്റ് സിമിലർ വാക്ക് ഏതാണ്? ഓൺലി സ്റ്റാർട്ടഡ് അല്ലെ? സ്റ്റൂപ്ഡ് എന്നോ അറസ്റ്റഡ് എന്നോ ട്രിഗേർഡ് എന്ന വാക്കിനോട് നമുക്ക് യോജിക്കുന്ന മോസ്റ്റ് സിമിലർ എന്ന് പറയാൻ പറ്റില്ല.
സോ ഇത് രണ്ടും ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്തിട്ട് ഓൺലി വൺ ഓപ്ഷൻ ഈസ് റൈറ്റ്. നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓൺലി 1, ഓൺലി 2, ഓൺലി 3, 2 and 3, 1, 2 and 3 both are every one is similar to trigger എന്ന് പറഞ്ഞിരിക്കുന്നു. We know only started is similar word to triggered, so we go for the option A. Option A is right here. Clear? ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാനുണ്ട്. എന്നാലും ഐ തിങ്ക് വി ആർ ഗെറ്റിംഗ് ക്ലോസ് ടു അവർ ടൈം. നമ്മുടെ ടൈം തീരാറായി. ഐ നോ ഇതൊരു വലിയ പാസേജ് ആണ്. പാസേജിനെ റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസും വരാനുണ്ട്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്ങനെയാണ് ഒരു പാസേജ് മനസ്സിലാക്കേണ്ടതെന്നും അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. സോ ഐ റിയലി ഹോപ്പ് നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാസേജ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ പാറ്റേൺസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്യൂ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു.